നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൈബർ തട്ടിപ്പിനെതിരെ എത്ര തന്നെ മുന്നറിയിപ്പ് നൽകിയാലും അത് അവസാനിക്കാത്ത കാഴ്ചയാണ് കാണുന്നത്. ഒട്ടുമിക്കപ്പോഴും ഇതിന് ഇരകളാകുന്നത് പ്രവാസികൾ തന്നെ. കൊറോണ വ്യാപനത്തെ തുടർന്ന് ഇത്തരം തട്ടിപ്പുകൾ ഏറിയാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസും താക്കീത് നൽകിയിരിക്കുന്നു. മസാജിനായി വിളിച്ചു വരുത്തി പണവും ബാങ്ക് കാർഡുകളും കൊള്ളയടിച്ച സംഭവത്തിൽ 2 വിദേശ വനിതകൾക്കെതിരെ ദുബായ് പ്രാഥമിക കോടതിയിൽ വിചാരണ തുടങ്ങിയിരിക്കുന്നു. 28ഉം 31ഉം വയസ്സ് പ്രായമുള്ള നൈജീരിയക്കാരനാണ് 40കാരനായ ഇന്ത്യക്കാരനെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന പണത്തിന് പുറമെ കാർഡ് കൈക്കലാക്കി അതിൽ നിന്നും 33,600 ദിർഹം കൊള്ളയടിച്ചു. കേസിലെ മറ്റു പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ജൂൺ 26 നടന്ന സംഭവത്തിൽ അൽബർഷ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വിദേശിയായ യുവതിയെ ഒരു ഡേറ്റിംഗ് സൈറ്റിലൂടെയാണ് താൻ പരിചയപ്പെട്ടതെന്ന് ഇന്ത്യക്കാരൻ പറയുന്നു. പിന്നീട് മൊബൈൽ നമ്പർ കൈമാറുകയും ചെയ്തു. 500 ദിർഹത്തിന് മസാജ് വാഗ്ദാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം രാത്രി 11:30ഓടെയാണ് ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റിൽ എത്തിയത്. ഒരു ആഫ്രിക്കക്കാരിയാണ് തനിക്ക് വാതിൽ തുറന്നതെന്നും താൻ അകത്ത് കയറിയതോടെ അവർ വാതിൽ പൂട്ടിയതെന്നും പരാതിക്കാരൻ പോലീസിനോട് പറയുകയും ചെയ്തു. ആഫ്രിക്കക്കാരനായ ഏതാനും സ്ത്രീകൾ പുരുഷന്മാരും കൂടി സ്ഥലത്തെത്തി. തന്നെ ബലമായി പിടിച്ചിരുത്തിയ ശേഷം പേഴ്സ് കൈക്കലാക്കി. അതിലുണ്ടായിരുന്ന 600 ദിർഹവും 2 ക്രെഡിറ്റ് കാർഡുകളും കൈക്കലെടുത്തു. കാർഡുകളുടെ പിൻ നമ്പർ ആവശ്യപ്പെട്ട് 2 മണിക്കൂറോളം അവിടെ കെട്ടിയിട്ടു. ഭീഷണിപ്പെടുത്തി പിൻ സ്വന്തമാക്കിയ ശേഷം 33,600 ദിർഹം പിൻവലിച്ചു. പിന്നീട് പേഴ്സും കാർഡുകളും മൊബൈൽ ഫോണും തിരികെ നൽകുകയും പോകാൻ അനുവദിക്കുകയും ചെയ്തു. ഉടൻ തന്നെ സംഭവം പോലീസിനെ അറിയിച്ചു. കേസിലെ പിടിയിലായ 2 സ്ത്രീകളും സമാനമായ വേറെയും കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇരുവരെയും പരാതിക്കാരൻ തിരിച്ചറിയുകയും ചെയ്തു. ടിംകോ ഏരിയയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ചായിരുന്നു സംഭവമെന്നും ഇയാൾ പറയുന്നു. അക്കൗണ്ടിൽ നിന്ന് പ്രതികൾ പണം പിൻവലിച്ചത് തെളിയിക്കുന്ന സ്റ്റേറ്റ്മെന്റും ഹാജരാക്കി. പരിക്കുകൾ സംബന്ധിച്ച് മെഡിക്കൽ റിപ്പോർട്ടുകളും കേസ് ഫയലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേസിൽ ഡിസംബർ 20-ന് വിചാരണ തുടരും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.